നേരത്തെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കലായ കാൻഡിഡേറ്റിനായിട്ട് ഇവർ പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഇവർ ഇത്ര പരിങ്ങലിലാവില്ലായിരുന്നു മങ്കടയിൽ. തലേ ദിവസം വരെ ഞങ്ങളുടെ കൂടെ ഇരുന്നിരുന്ന ഒരാൾ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാനൊക്കെ അവിടെ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ആ വേദിയിൽ അധ്യക്ഷം വഹിച്ച ഒരാൾ എന്റെ പേരിലെ സ്ഥാനാർത്ഥിയിൽ നിന്ന് പറഞ്ഞ അപ്പുറം ചാടി ഞങ്ങളെ വെല്ലുവിളിച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്മൃതി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി കേഡർമാർ ഈ പ്രസ്ഥാനത്തോട് വളരെ വൈകാരികമായ ഒരു ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്ന നിപ്പിൽ മറുപുറം ചാടി ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരാളുടെ മേലാണ് ഇവർ മങ്കടയിലെ പ്രതീക്ഷ വെക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് ഞങ്ങൾക്ക് ആ തെരഞ്ഞെടുപ്പ് എളുപ്പമാക്കുകയാണ് ഉണ്ടായത്. മഞ്ഞളാംകുഴി അലി എന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 1000 വോട്ട് കൂടുകയല്ലാതെ അവിടെ നിന്ന് ഒരു പ്രതീക്ഷയും വെക്കണ്ട. തിരൂരും പൊന്നാനിയും പോലും ഇവർക്ക് നഷ്ടപ്പെടുന്നിടത്താണ് അവിടെ ഉള്ളത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോ LDF മലപ്പുറം ജില്ലയിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തവനൂരും ഞങ്ങൾ ജയിക്കും, പൊന്നാനിയും ഞങ്ങൾ ജയിക്കും. മലപ്പുറത്ത് ഞങ്ങളിൽ 16-ൽ 16 ഞങ്ങളുടെ ഉറച്ച പ്രതീക്ഷ. തവനൂരിൽ ഒരു 5000 വോട്ടിന്റെ അടുത്ത തൊട്ടുമുകളിലോ അവിടുത്തെ UDF സ്ഥാനാർത്ഥി വിജയിച്ചു വരുമെന്നാണ് ഞാൻ ഒരു പ്രവചനം നടത്തുന്നത്. പൊന്നാനിയിലും അത് സംഭവിക്കും. പൊന്നാനി മുനിസിപ്പാലിറ്റിയിലൊക്കെ പരമ്പരാഗത ഇടത് കേന്ദ്രങ്ങൾ അവരിത്തവണ നിശബ്ദമായിരുന്നു. അവർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയല്ല അവർക്ക് കൊടുത്തത്. പിന്നെ ഒരു മത്സരം കൊണ്ടുവരുമെന്ന് പറഞ്ഞ തിരൂര് നമ്മൾ കണ്ടോ, 10 വർഷം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മനുഷ്യര്, അതിൽ 2.5 കൊല്ലം മന്ത്രിയാവാൻ സൗകര്യം ചെന്ന് വന്ന മനുഷ്യരെ വിട്ടിട്ട് അവിടെ നിന്ന് 10 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് തിരൂർ വിജയ സാധ്യത ഇല്ല എന്ന് വിലയിരുത്തി പാർട്ടി വിട്ടുകളയേണ്ട ഒരു കാരണം ഇവരുടെ സ്ഥാനാർത്ഥികളുടെ ആറ്റിറ്റ്യൂഡ് ഇതാണെന്ന്. ഈ പറയുന്ന ബാക്കിയുള്ളിടത്തും ഇവരുടെ ഈ CPM-നെ സംബന്ധിച്ച് പണ്ട് ഈ പാർട്ടി സമ്മേളനങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സ്മൃതിക്കൽ പറയാം. 2 തരമാണ്. ഈ പാർട്ടി സമ്മേളനത്തിനകത്ത് ഒരു മൈക്ക് ഉണ്ടാവും. ആ മൈക്കിനകത്ത് ഈ പിന്നെ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും വിമർശനമൊക്കെ നടക്കും. പുറത്തേക്ക് വേറൊരു മൈക്ക് ഉണ്ടാവും. അതിൽ ഈ ബലികൂടീരങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഈ ചാനൽ ചർച്ചകളിൽ കേൾക്കുന്ന ഇടതുപക്ഷ നേതാക്കളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് പുറത്തേക്ക് കേൾക്കുന്ന ആ ബലികൂടീരങ്ങളെ പാട്ടാണ്. അകത്ത് വലിയ വിമർശനാത്മകമായ ചർച്ച നടത്താൻ പോവാണ്. ഈ തെരഞ്ഞെടുപ്പ് പുറത്തു വരുന്നത് പോലെ കൺമുന്നിൽ ഒരു സിനിമയിലെ രംഗങ്ങളിൽ എന്ന പോലെ കേരളത്തിലെ CPM-നകത്ത് നാടകീയമായ സമവാക്യങ്ങളുടെ മാറ്റുണ്ടാവും. പുതിയ ചേരികൾ തലപൊക്കും. 2 ചേരികളെ വിഭാഗീയതയുടെ കടുത്ത കാലഘട്ടത്തിലേക്ക് ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ആ വിഭാഗീയത കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തിരുത്തുമെങ്കിൽ 4 വോട്ടിന് വേണ്ടി ആരെയും കൂടെ പിടിച്ചേക്കാം. രക്തസാക്ഷികളുടെ മാംസവും രക്തവും ഒക്കെ വിലപേശി വിറ്റേക്കാം. ഞാൻ പെറ്റ മകനെ എന്ന് നെഞ്ചുപൊട്ടി നിലവിളിച്ചൊരു അമ്മയുടെ ചിത്രം വച്ച് പണം പിരിച്ചിട്ട് ആ കഠാര കുത്തിയിറക്കിയ കഠാര കയ്യിലേന്തിയവരെ തള്ളിപ്പറയുമോ എന്ന് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് തലേ ദിവസം പോലും അതിന് തയ്യാറല്ലാത്ത ഈ രാഷ്ട്രീയ വഴികേടിനെ തിരുത്താൻ ഇടതുപക്ഷ സഖാക്കൾ കൂടി മുന്നോട്ട് വന്ന തെരഞ്ഞെടുപ്പാണെന്ന് തൃക്കരിപ്പൂരിൽ അഡ്വക്കേറ്റ് ഷിബു മീരാൻ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മലപ്പുറത്ത് UDF 16-ൽ 16 മെയ് 4 വോട്ട് എണ്ണിക്കഴിയുമ്പോൾ CPM-ന്റെ സമ്പാദ്യം മലപ്പുറത്ത് എന്താണെന്ന് ചോദിച്ചാൽ ആനമുട്ടയാണ്. ആനമുട്ട എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡബിൾ സൈസ് ആനമുട്ടയായിരിക്കും ഈ പറയുന്ന CPM-ന്റെ മലപ്പുറത്തെ സമ്പാദ്യം എന്ന് പറയുന്നത്. സഖാക്കള് ഇപ്പൊ ഇന്നലെ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച് കഴിഞ്ഞു. അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് വിശകലനം നടത്തിയിട്ട് തവനൂരും പൊന്നാനിയും മാത്രമേ ഉള്ളൂ എന്നാവും. അതും വളരെ നേരിയ ഒരു ഭൂരിപക്ഷത്തിൽ. അത് അവരുടെ വിശകലനമാണ്. ഈ പറയുന്നതൊക്കെ ഇപ്പോ ഷിബു മീരാൻ പറഞ്ഞതുപോലെ പുറത്തു വരുന്ന സഖാക്കളുടെ വിശകലനം എന്ന് പറയുന്നത് പാർട്ടി സമ്മേളനങ്ങളിൽ ബലികുടീരങ്ങളെ പാട്ടുവെക്കും പോലെയാ. അകത്ത് മറ്റൊരു ചർച്ചയും, ആ ചർച്ച പുറം ലോകം കേൾക്കാതിരിക്കാൻ പുറത്ത് വലിയ സൗണ്ടിൽ വലിയ ശബ്ദത്തിൽ ബലികുടീരങ്ങളെ എന്നുള്ള പാട്ട് വെക്കുന്നത് പോലെ ഇപ്പൊ പുറത്തേക്ക് വരുന്നതൊക്കെ ആ കുടീരം സൗണ്ടിന് പാട്ടിന്റെ ആ ശബ്ദത്തിന്റെ ഏതാണ്ട് അതേ ലെവലിലാ. മെയ് 4 വരെ ഈ സഖാക്കളോട് മുമ്പിൽ പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ഒരു തത്രപ്പാട്. കാരണം റിസൾട്ട് എണ്ണുന്നതിന് മുമ്പേ പരാജയമൊക്കെ സമ്മതിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും, വലിയ ചർച്ചകൾ ഉണ്ടാക്കും, മറുപടികളില്ലാത്ത ചർച്ചകൾ ഉണ്ടാക്കും എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ അതുവരെ പിടിച്ചു നിൽക്കണം. അവിടെ മെയ് 4 റിസൾട്ട് എണ്ണുന്നത് വരെ എന്നുള്ളതല്ല അവരുടെ മാനദണ്ഡം മറിച്ച് മറ്റൊന്നാ. കാരണം മെയ് 4 റിസൾട്ട് എണ്ണുന്നത് വരെയും പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി, മന്ത്രിമാരൊക്കെ അവർ തന്നെയാ. അതുകൊണ്ട് ആ ദിവസം വരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യമാണ് ഇപ്പോ ഇവർ പാറ്റിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? തോൽവി 8 നിലയിൽ പൊട്ടുമെന്നുള്ളത് ഉറപ്പാണ്. മലപ്പുറത്ത് ഇവർ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെമ്മാടിത്തരമുണ്ട്. കക്ഷി രാഷ്ട്രീയം അതാണല്ലോ. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയമാണല്ലോ. എന്നാൽ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പിൽ CPM-ന് LDF-ന് കക്ഷി രാഷ്ട്രീയമില്ല.
ഏത് പണച്ചാക്കിനെയാണ് പണമറക്കാൻ കഴിവുള്ള ആരെയാണ് കിട്ടുക എന്നാണ് നോക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അത്രയും മലപ്പുറത്ത് LDF പിന്തുണക്കുന്ന സ്വതന്ത്രന്മാരാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അത് എല്ലാ മണ്ഡലങ്ങളിലും. അതെ, നിങ്ങൾ മങ്കടയിലൊക്കെ ഒരു കാര്യം നോക്ക്. നിങ്ങൾ മങ്കടയിൽ അലവി എന്ന് പറയുന്ന സഖാവ് ചെറുപ്പം മുതലേ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് കൊടി പിടിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തി സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. എന്നിട്ട് ഇപ്പുറത്ത് കഴിഞ്ഞ ദിവസം വരെ ലീഗിന്റെ നേതാവായിരുന്ന കുന്നത്ത് മുഹമ്മദിനെ പാർട്ടി പുറത്താക്കിയപ്പോ മറുകണ്ഠം ചാടിയവൻ ആ മറുകണ്ഠം ചാടിയ വിമതന് വേണ്ടിയിട്ട് എന്താക്കുക, പാർട്ടി സ്ഥാനാർത്ഥിയെ പിൻവലിക്കുക. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് പോലും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പല തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പല്ലേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വേറെ ലെവല്, വേറെ മാറി നിൽക്കട്ടെ എന്ന് കരുതാം. പക്ഷേ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ അസ്തിത്വമല്ലേ. എന്നിട്ട് പോലും പാർട്ടിയുടെ നേതാവിനെ, പാർട്ടിയുടെ ആളെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ കഴിയുന്നില്ല. മറിച്ച് കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം സ്ഥാനാർത്ഥികളെ നിർത്താതെ ഈ പറയുന്ന സ്വതന്ത്രരെ കൊണ്ടുവന്ന് അവനെ സ്വതന്ത്രനാക്കി മത്സരിപ്പിച്ച് അവന് പിന്തുണ നൽകുന്ന ഒരു ഗതികേട്. അത് നമ്മൾ മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിലും ഇതാണ് അവസ്ഥ. മലപ്പുറത്ത് 16. മലപ്പുറത്ത് ഇവർക്ക് മത്സരിക്കാൻ എവിടെയാണ്, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥി എവിടെയാണുള്ളത്? മനസ്സിലായില്ലേ? ഇപ്പം ഏറ്റവും ഒടുവിൽ ഇന്നലെ അവർ സെക്രട്ടേറിയറ്റൊക്കെ കൂടിയിട്ട്, ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് ഞങ്ങൾ പൊന്നാനിയും തവനൂരും, അത് ഈ പാർട്ടി പ്രവർത്തകരെന്ന് പറയുന്ന കുറച്ച് എണ്ണം ഉണ്ടല്ലോ, അവരുടെ മുമ്പിൽ ഇത് പറയല്ലാതെ വേറെ രക്ഷയില്ല, വേറെ വഴിയില്ല. അല്ലാതെ അതും നഷ്ടപ്പെടും എന്ന് പറയാൻ പറ്റൂല. അതും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു കഥ, പാർട്ടി തന്നെ ഇല്ലാതെയാവും. അതുകൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് പറയാണ്. ഇനി നിങ്ങൾ മലപ്പുറത്ത് ഇവർ എടുത്ത അടവ് നയങ്ങൾ നോക്കിയേ, മലപ്പുറം ജില്ലയിൽ മാത്രം ഒരു വേറെ ലെവൽ സ്ട്രാറ്റജി ആയിരുന്നു CPM-ന്. സ്ഥാനാർത്ഥികളില്ല, സ്വതന്ത്രരെ പിന്തുണക്കുക, അപ്പുറത്ത് അന്ന് ആരെങ്കിലും ചാടിക്കാൻ പറ്റുമോ നോക്കുക, അല്ലേ? അങ്ങനെ കുറച്ച് ശ്രമങ്ങൾ ഉണ്ടായല്ലോ, അല്ലേ? അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായിട്ട്, ഷാഫി ചാലിയവുമൊക്കെ ആയിട്ട് ഇവർ ചില ആളുകൾ ബന്ധപ്പെട്ട് സംസാരിച്ചില്ലേ? ഒന്ന് ഇപ്പുറം മറുകണ്ഠം ചാടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുക. അത് ചെയ്തില്ലേ? എന്നിട്ട് അതൊന്നും നടക്കാതെ വന്നപ്പോൾ ഇവർ സ്ഥാനാർത്ഥിയാക്കിയ ആളുകൾ നോക്കിയേ നിങ്ങൾ. തിരൂരിൽ, തവനൂരിൽ, താനൂരിൽ, തിരൂരങ്ങാടിയിൽ, വേങ്ങരയിൽ, മലപ്പുറത്ത്, കോട്ടക്കലിൽ, മഞ്ചേരിയിൽ, കൊണ്ടോട്ടിയിൽ, മങ്കടയിൽ, പെരിന്തൽമണ്ണയിൽ, എല്ലായിടത്തും ഇവരുടെ സ്ഥാനാർത്ഥികൾ ആരാ നോക്കിയത് നിങ്ങൾ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വല്ലാത്ത ഗതികേടാണിത്. ഒരു സ്വന്തം പാർട്ടിയുടെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ രാഷ്ട്രീയമില്ല, കക്ഷിയില്ല, പാർട്ടിയില്ല, പ്രസ്ഥാനമില്ല, പ്രത്യയശാസ്ത്രങ്ങളില്ല, ആദർശങ്ങളില്ല, ഒന്നും തന്നെ ഇല്ല. മറിച്ച് പണച്ചാക്കുകളെ കൊണ്ടുവന്ന് നിർത്തി ഈ കക്ഷി രാഷ്ട്രീയം എന്താണ് എന്നുള്ള ആ ഒരു നെറാറ്റീവിനെ പോലും പൊളിച്ചെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക. എന്നിട്ട് കണ്ട അണ്ടനും മടകോടനും വർഗീയവാദിയും തീവ്രവാദിയും രാജ്യദ്രോഹരും എല്ലാവരും ഒരുമിച്ച് RSSും SDP-യും എല്ലാം ഒരു കുഴഞ്ചൻ മുന്നണി. എന്നിട്ട് ഈ സ്വതന്ത്രന് പിന്തുണയും. എന്നിട്ട് ചോദിക്കുമ്പോൾ എന്താ പറയണേ? അത് സ്വതന്ത്രനാണല്ലോ, ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാലോ, എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്നുള്ളതാ കണക്ക് കൂട്ടല്. ഒരു കാര്യം ഉറപ്പാ, ഈ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വതന്ത്രനെ നിർത്തുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിർത്തിയാൽ ഈ ആരെങ്കിലും വോട്ട് ചെയ്യൂല. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത്തരത്തിൽ സ്വതന്ത്രന്മാരുമായിട്ടുള്ള കളി മലപ്പുറം ജില്ലയിൽ. അത് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ബാക്കി ഒരു ജില്ലയിലും ഈ ഒരു പ്രവണത ഇല്ല. എന്താ കാര്യം എന്താ? കിട്ടൂല, വോട്ട് കിട്ടൂല. അത് തന്നെ പ്രശ്നം. മനസ്സിലായില്ലേ? എന്തൊക്കെ കളികളാ കളിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, മലപ്പുറത്ത് 16-ൽ 16 UDF-നാ. അതിനിപ്പോൾ തവനൂരാണെങ്കിലും ശരി,
പൊന്നാനിയാണെങ്കിലും ശരി, തിരൂരാണെങ്കിലും താനൂരാണെങ്കിലും മങ്കടയാണെങ്കിലും പെരിന്തൽമണ്ണയാണെങ്കിലും നിലമ്പൂരാണെങ്കിലും ഏതും 16-ൽ 16, 16 ഔട്ട് ഓഫ് 16. അതാണ് മലപ്പുറത്തെ ലെവൽ എന്ന് പറയുന്നത്. മറികടക്കാൻ ഒരു സഖാവിനെ കൊണ്ടും സാധിക്കില്ല എന്നുള്ളതാ. പിന്നെ വിലയിരുത്തലുകളൊക്കെ പല വിധത്തിൽ വിലയിരുത്തും. കാരണം എന്താ, മെയ് 4 ദിവസങ്ങൾ ബാക്കിയാ. ആ മെയ് 4 വരെ പിണറായി വിജയൻ തന്നെയാ മുഖ്യമന്ത്രി കസേരയിൽ. അപ്പം അതിനു മുൻപ് ഒരു തോൽവി സമ്മതിച്ചിട്ട് പിണറായി വിജയൻ ആ കസേരയിൽ ഇരിക്കുന്നത് ഇരിപ്പ് ഉറക്കൂല. അതാ ഈ പറയുന്ന വീരവാദങ്ങളും അവകാശവാദങ്ങളും വെല്ലുവിളികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം ഇന്നലെ ഞാൻ മറ്റൊന്ന് കണ്ടു. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു വിലയിരുത്തൽ CPM-ൻ്റെ. ആലപ്പുഴയിൽ അമ്പലപ്പുഴയിലാണ് ജി സുധാകരൻ മത്സരിക്കുന്നത്. ഇവരുടെ പിണറായിയുടെ 1ാം മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ജി സുധാകരൻ. അയാൾ അടിമുടി പാർട്ടിയാണ്. അയാളിപ്പോഴും പാർട്ടിയാണ്. അയാളിപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ അയാൾക്ക് കാപട്യമില്ല. അയാൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാ. ആ കമ്മ്യൂണിസ്റ്റുകാരൻ അമ്പലപ്പുഴയിൽ വിജയിക്കുമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് എന്താക്കുന്നു, വലിയ വിലയിരുത്തലുകൾ നടത്തുന്നു, വിശകലനം അവലോകനമൊക്കെ നടത്തിയിട്ട് പറയാണ് അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിക്കാൻ സാധ്യത. അത് തിരിച്ചറിവാ. അപ്പം അത് കഴിഞ്ഞത് ആ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ ഈ പുറത്ത് അമ്പലപ്പുഴയിലെ CPM-ൻ്റെ സ്ഥാനാർത്ഥി സുധാകരൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന നിലവിലെ MLA H. സലാമിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വരിക, വലിയ കണക്കൊക്കെ നിരത്തിയിട്ട്. ആ കണക്ക് നിരത്തിയത് കണ്ടപ്പോൾ എനിക്ക് ആരെ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ 2024 പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് എണ്ണുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് P. സരിൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പ് വാർത്താ മാധ്യമങ്ങളിൽ വന്നിരുന്നു കൊണ്ട് ചില കണക്കുകൾ ഇങ്ങനെ അവതരിപ്പിച്ചിരുന്നു. എന്നിട്ട് കണക്കൊക്കെ കൂട്ടിയും കുറച്ചും കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, UDF-ൻ്റെ അടിത്തറ തകരുമെന്ന്. അതേ വിശകലനം പോലെ, ആ കണക്ക് കൂട്ടൽ പോലെയാണ് എനിക്ക് ഇപ്പം ഈ H. സലാമിൻ്റെ കണക്ക് കൂട്ടൽ കണ്ടപ്പോൾ തോന്നിയത്. അവസാനം പെട്ടി തുറന്ന് എണ്ണിയപ്പോൾ പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായ 18,840 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറി. UDF-ൻ്റെ അടിത്തറ തകരുമെന്ന് കണക്ക് കൂട്ടിയ ആളുകളുടെ മുമ്പിൽ ആ കൂട്ടിയ ആളുകൾ എവിടേക്ക് പോയി? അടിത്തറ തകർന്ന് തരിപ്പണായി 3ാം സ്ഥാനത്തേക്ക്. മനസ്സിലായില്ലേ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് മത്സരം ഈ 3 സ്ഥാനാർത്ഥികൾ തമ്മിലാണ്. എന്നിട്ട് ഇവർ ഏറ്റവും അവസാനത്തെത്തി, തകർന്ന് തരിപ്പണമായി പോയി എന്നുള്ളതാണ്. അപ്പം ഇതേ ഗതിയാണ് കേരളത്തിലുടനീളം വരാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആത്മവിശ്വാസം അല്ലെങ്കിൽ അവകാശവാദങ്ങളൊന്നും മെയ് 4 കഴിയുമ്പോൾ ഉണ്ടാവില്ല. മെയ് 4 കഴിയുമ്പോൾ മലപ്പുറത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ 16-ൽ 16. ഇതാണ് മലപ്പുറത്തെ ലെവല്. അതിനിപ്പോൾ തവനൂരായാലും പൊന്നാനി ആയാലും താനൂരായാലും തിരൂരായാലും പെരിന്തൽമണ്ണയായാലും വേങ്ങരയായാലും മങ്കടയായാലും നിലമ്പൂരായാലും എവിടെയും ഇത് തന്നെയാണ്. പിന്നെ ഈ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് കൊടി പിടിച്ച് സിന്ദാബാദ് വിളിക്കുന്ന കുറച്ച് ടീമുണ്ടല്ലോ, അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളം, അതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ, ബാപ്പാൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് വിട്ടും ചെയ്ത് ഉമ്മാൻ്റെ അടുത്ത് അങ്ങോട്ട് എത്തിയുമില്ല. ഇതാണ് അവസ്ഥ. എല്ലാം വിട്ട് നിർത്തിയ സ്ഥാനാർത്ഥിനെ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിച്ചും ചെയ്ത് അവന് പിന്തുണയും കൊടുത്ത് എന്നിട്ടാണെങ്കിലോ നടുക്കടലിൽ നിൽക്കുന്ന അവസ്ഥ അതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മലപ്പുറത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെതിരെയുള്ള സ്ട്രാറ്റജിയാണ്. മലപ്പുറത്ത് CPM-ൻ്റെത് മുസ്ലിം ലീഗിനെ എങ്ങനെ തകർക്കാം, എങ്ങനെ പരാജയപ്പെടുത്താം എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് ഈ ഓരോ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ പല പണച്ചാക്കുകൾ അവരെ കൊണ്ടുവന്ന് സ്വതന്ത്രരാക്കി നിർത്തുക. എന്നാൽ പിന്നെ ഇവർക്കൊരു മെമ്പർഷിപ്പ് കൊടുത്തിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിപ്പിക്കുക. ജയിച്ചു കഴിഞ്ഞാലോ? ഇനിയിപ്പോൾ ജയിച്ചാൽ മെമ്പർഷിപ്പ് കൊടുക്കുമോ? അതും കൊടുക്കൂല. ജയിച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം 2ാമത് മത്സരിക്കാൻ നോട്ടുക, അപ്പോഴും സ്വതന്ത്രനാ, അപ്പോഴും കൊടുക്കുമോ മെമ്പർഷിപ്പ്? എന്താ കാര്യം? മെമ്പർഷിപ്പ് കൊടുത്തിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിപ്പിച്ചാൽ ജയിച്ചോൻ 2ാമത് തോക്കും. അതാണ് ഘട്ടം, അതാണ് അവസ്ഥ, അതാണ് ഗതികേട് എന്ന് പറയുന്നത്. അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് ആർക്കും ഒരു ആവലാതിയും വേവലാതിയും വേണ്ട. ഈ പ്രാവശ്യം 16-ൽ 16
അങ്ങോട്ട് തൂക്കാൻ പോവുക